മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു വിധത്തിൽ ഉണ്ണിയെയും അതുപോലെ കണ്ണനെയും പ്രതാപനെ കാണുന്നതിൽ നിന്നും കരുണയും മുത്തശ്ശിയും തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നാൽ എപ്പോഴും അത് പറ്റില്ല എന്നുള്ള കാര്യം വാമദേവൻ ഉറപ്പാകുന്നു. അതുകൊണ്ട് തന്നെ വാമദേവൻ കരുണയെ കാണാൻ വിളിച്ചു വരുത്തുന്നുണ്ട്. കരുണ മുമ്പ് വാമദേവനെ അച്ഛൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഇത്തവണ വാമദേവനാണ് ആയുധം പ്രയോഗിക്കുന്നത്. കരുണയ്ക്ക് മഹാലക്ഷ്മിയെ പോലെ അല്ല. സ്വത്തും പണവും ആഡംബര ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഹമുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രൂപത്തിൽ കരുണയെ തൻ്റെ പക്കൽ കൂട്ടുനിർത്താൻ ശ്രമിക്കുന്നുണ്ട് വാമദേവൻ. അതായത് പ്രതാപൻ കട്ടും മോഷ്ടിച്ചും കൊലപാതകം ചെയ്തും കള്ളക്കടത്ത് നടത്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പൈസ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വാമദേവൻ അറിയാം. അതിൽ മഹാലക്ഷ്മിയുടെ അമ്മയ്ക്കോ ഒന്നും യാതൊരു പങ്കും കൊടുക്കില്ല. കരുണയുടെ ഭാവിയും അതുപോലെ അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രതാപൻ ഈ കൊള്ളരായികയെല്ലാം ചെയ്തേ. ആ ഒരു പൈസ, അതായത് 20 വർഷം മുമ്പ് ചെയ്ത കൊലപാതകം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതും പ്രതാപൻ കാരണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതാപനെ ഒറ്റിക്കൊടുക്കും. കൊലപാതക കുറ്റവും അതുപോലെ പ്രേരണാ കുറ്റവും രണ്ടും ഒരുപോലെ ശിക്ഷാർഹമാണ്. ഞാൻ അകത്തു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതാപനെയും കൂട്ടിക്കൊണ്ടുപോകും. 20 വർഷം മുമ്പുള്ള കൊലപാതകമായതുകൊണ്ട് തന്നെ നിങ്ങൾ പാപ്പരാകും, അല്ലെങ്കിൽ പാപ്പരാകും. പിന്നെ കമലേശ്വരം തറവാട്ടിൽ ഉണ്ണിയുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേ വേണ്ട. കണ്ണൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞ കൊലപാതകികളുടെ മകളെ അല്ലെങ്കിൽ മക്കളെ കണ്ണൻ ഇനി ജീവിതത്തിലേക്ക് കൂടെ കൂട്ടും, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പോലും അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്വന്തം സ്വത്തുവകകളും കമലേശ്വരത്തുള്ള സ്വത്തുവകകളും ഇല്ലാണ്ടാകേണ്ടി വരും എന്ന് വാമദേവൻ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കരുണയും. കാരണം ഇത്രയും നാൾ കമലേശ്വരത്തു നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും തനിക്ക് തൻ്റെ അച്ഛൻ ഒരുപാട് സ്വത്തുവകകൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ണിയേട്ടനെ പോലെ വെറും ഒരു പിച്ചക്കാരിയല്ല എന്നുള്ള രൂപത്തിൽ എപ്പോഴും സംസാരിക്കാറുള്ള കരുണയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ്. അതായത് രക്തബന്ധത്തെ ഭീഷണിപ്പെടുത്തി തൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്, പ്രതാപൻ്റെ മനസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് വാമദേവൻ കളിക്കുന്ന ഈ കളിയിൽ കരുണയും മുത്തശ്ശിയും വീഴുന്നു എന്ന് തന്നെ പറയാം. അതേസമയം പ്രതാപൻ ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. കണ്ണേട്ടനെ ഏത് മാർഗത്തിലും സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന പ്രതാപൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയ മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. തക്കം പാത്ത് പ്രതാപൻ കണ്ണേട്ടനെ വിളിച്ച് സത്യങ്ങൾ പറയാൻ ഒരുങ്ങിയ സമയത്ത് ദൈവഭാഗ്യം പോലെ മുത്തശ്ശി വന്ന് തടഞ്ഞു. ആ ഒരു പേരിന് കണ്ണേട്ടനാണെങ്കിൽ പ്രതാപനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. ഏതോ ഒരു ഭാഗ്യത്തിന് അന്നേരം സത്യങ്ങൾ കണ്ണേട്ടൻ അറിഞ്ഞില്ലെങ്കിൽ പോലും പ്രതാപൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ മഹാലക്ഷ്മിക്ക് നല്ല പേടിയുണ്ട്. അധികം താമസിക്കാതെ കണ്ണേട്ടൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമോ, എല്ലാം അറിഞ്ഞു വെച്ചിട്ടും താൻ സത്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാൾ മറച്ചു വെച്ചു എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ താൻ എന്തുത്തരം നൽകും എന്നൊക്കെയുള്ള പേടിയിൽ മഹിയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ച് നിൽക്കുന്നത് ലേഖയ്ക്കും അനന്തുവിനും മനസ്സിലാകുന്നുണ്ട്. അവരെത്രയൊക്കെ ചോദിച്ചിട്ടും മഹിയാണെങ്കിൽ സത്യം പറയുന്നില്ല. എന്തോ ഒരു പേടി മഹിയുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാകുന്നു. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അമ്മയെ കണ്ട് തൻ്റെ മനസ്സിലുള്ള വേവലാതി അറിയിക്കുന്നു. ഇത്രയും നാൾ ഞാൻ കരുതിയത് സത്യങ്ങളെല്ലാം കണ്ണേട്ടനോട് വിളിച്ചു പറയും എന്ന് കരുതി ഒന്ന് പേടിപ്പിച്ച് നിർത്താമെന്നായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു മറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അയാളായിട്ട് തന്നെ കണ്ണേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഇങ്ങനെ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലെന്ന് പറയുമ്പം ഇനി കണ്ണനും കാണാം പ്രതാപൻ്റെ വായാൽ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും മോളെ നിൻ്റെ ജീവിതമെന്ന എൻ്റെ പേടി. കാരണം അവൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ രണ്ടാനച്ഛനാന്നുള്ള സത്യം നീ കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കിയതാണ്. എന്നിട്ടും വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ കൂടെ താമസിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഇതെല്ലാം മറച്ചു വെച്ചു എന്ന് കണ്ണമോൻ തെറ്റിദ്ധരിക്കത്തില്ലേ? മോളും ഇനി സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെന്നോ, അല്ലെങ്കിൽ നിൻ്റെ രണ്ടാനച്ഛൻ ചെയ്ത ക്രൂരതയുടെ ഫലമായിട്ട് കണ്ണൻ ഇങ്ങനെ അനുഭവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഒരു താങ്ങായിട്ട് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ തെറ്റിദ്ധരിക്കുമോ മോളെ? എനിക്കൊന്നും അറിയില്ല അമ്മ. എന്തായാലും കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. കണ്ണേട്ടൻ മുമ്പേ പറയാറുണ്ട് ആ ലോറി ഡ്രൈവറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൻ്റെ കൈ കൊണ്ട് തന്നെ അയാളെ തീർക്കുമെന്ന്. ഇപ്പം പ്രതാപനായിട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഓർത്തിട്ട് പേടിയാകുന്നു. മോള് വിഷമിക്കേണ്ട, ദൈവങ്ങൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് മോഹിനി അമ്മയാണെങ്കിൽ മഹിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അമ്മയൊക്കെ കണ്ട് ക്ഷേത്രത്തിലും പോയതിന് ശേഷം മഹിയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുമ്പം ഡോറ് തുറക്കുമ്പോഴേ ലേഖ കാണുന്നത് ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുന്ന മഹിയാണ്. എന്താ മഹി, എന്താ പ്രശ്നം? നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്തോ നീ ഒന്ന് മറയ്ക്കുന്നുണ്ട്, സത്യം പറ എന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ടുകൊണ്ട് അനന്തു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാനും ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക,
മഹി എന്തോ ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങളോട് പറ. ഇനി കണ്ണനോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ അതിനൊരു പോംവഴി ഉണ്ടാക്കി തരാം എന്ന് പറയുന്നത് കേട്ടിട്ട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന മഹിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മാർക്കോയോട് സത്യങ്ങൾ സമ്മതിച്ച് പറഞ്ഞതുപോലെ ഇനി അനന്തുവിനോടും ലേഖയോടും സത്യങ്ങൾ തുറന്നു പറയുമെന്ന് കാത്തിരിക്കാം. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോയും അനന്തുവും ലേഖയും എന്തായാലും മഹിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് കണ്ണൻ്റെ മനസ്സ് മാറ്റുമായിരിക്കും. സത്യങ്ങൾ അറിഞ്ഞാൽ പോലും കാത്തിരിക്കാം.